മക്കൾക്ക് വേണ്ടി സ്വന്തം ക്ഷീണം മറച്ചു വെച്ച ഒരേ ഒരാള് അത് നമ്മുടെ ഉപ്പ മാത്രമാണ്. വിശപ്പോടെ ജോലി ചെയ്ത ദിവസങ്ങളുണ്ട്, ക്ഷീണത്തോടെ വീട്ടിലെത്തിയ രാത്രികളുണ്ട്. ഉപ്പ പറയില്ലായിരുന്നു അവരുടെ ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. ഇന്ന് മക്കള് വലിയവരായി മാറിയപ്പോൾ ഉപ്പ കൂടുതൽ നിശബ്ദനായി, കൂടുതൽ ക്ഷീണിതനായി. ഈ ലോകത്ത് ഒന്നും പറയാതെ എല്ലാം സഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ ഉപ്പ തന്നെയാണ്. നമ്മൾ വിജയിക്കുമ്പോൾ മുന്നിൽ നിൽക്കില്ല, പക്ഷെ നമ്മൾ വീഴുമ്പോൾ ആദ്യം കൈനീട്ടുന്നത് അവര് തന്നെയാണ്. അവരുടെ ലോകം പിന്നെ മക്കളാണ്. എന്നും നമ്മളെ മക്കൾക്ക് ഉപ്പമാരെ നല്ല രീതിയിൽ നോക്കാൻ കഴിയട്ടെ. എല്ലാ ഉപ്പമാർക്കും നല്ല ആരോഗ്യവും ദീർഘായുസ്സും നല്ല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. മായേ മിഴിയിലെ നീരെ തഴുകേണേ